നമുക്ക് ഒമ്പതാമത്തെ ചോദ്യം നോക്കിയാലോ. കോംപ്ലക്സ് നമ്പേഴ്സിലെ ചോദ്യമാണത്. Let S be the set of all complex numbers Z satisfying this. Which of the following is true? നോക്കൂ, mod z square plus mod z plus 1 equal to 1 ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഇപ്പം e raised to i theta എന്ന് പറഞ്ഞാൽ cos theta plus i sin theta ആണ്. e raised to i theta പറഞ്ഞാൽ cos theta plus i sin theta ആണ്. അല്ലെങ്കിൽ e raised to i theta ഓയിലേഴ്സ് ഫോമിൽ പറയാറുണ്ട് cos theta plus i sin theta. What is cos theta plus i sin theta modulus? ഇതിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ സെഡ് സ്ക്വയർ പ്ലസ് സെഡ് പ്ലസ് 1 എന്ന് പറയുന്നത് ഇ റേസ് ടു ഐ തീറ്റ ആവാം. സെഡ് സ്ക്വയർ പ്ലസ് സെഡ് പ്ലസ് 1 ഈക്വൽസ് ഇ റേസ് ടു ഐ തീറ്റ ആവാം. ഇ റേസ് ടു ഐ തീറ്റ പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ട്. ഇ റേസ് ടു ഐ തീറ്റ പറഞ്ഞാൽ കുറേ ആൾക്കാരില്ലേ. അപ്പോൾ സെഡിൻ്റെ വാല്യൂ എത്ര ഉണ്ടാവും? സെഡ് സ്ക്വയർ പ്ലസ് സെഡ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഐ തീറ്റ. അതിന് ഇഷ്ടംപോലെ വാല്യൂസ് ഉണ്ട്. ഇ റേസ് ടു ഐ തീറ്റ പറഞ്ഞാൽ ക്യാൻ ബി എനി നമ്പർ ഓൺ ദ സർക്കംഫറൻസ് ഓഫ് എ circle in the target plane with center at 0, 0 and radius 1. അപ്പോൾ ഇത് ക്വാഡ്രാറ്റിക് സെറ്റ് ആകുമ്പോൾ ഇഷ്ടംപോലെ വാല്യൂസ് ഉണ്ടാവും. അതുകൊണ്ട് ഇത് തെറ്റാണ്. എസ് ഹാസ് എക്സാക്ട്ലി 4 വാല്യൂസ് ഒന്ന് തെറ്റാണ്. ആക്ച്വലി എസ് ഹാസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ആണ്. അപ്പോൾ ഇത് തെറ്റാണ്. ഡി ഈസ് റോങ്. ആക്ച്വലി എസ് ഹാസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ്. ദാറ്റ് ഈസ് ഒരു ഐഡിയ കിട്ടി. രണ്ടാമത്തെ ഐഡിയ നോക്കൂ. സെറ്റ് നമുക്ക് ഇങ്ങനെ പറയാം. നോക്കൂ, മോഡുലസ് ഓഫ് ഇപ്പോൾ സെറ്റ് സ്ക്വയർ പ്ലസ് സെഡ് പ്ലസ് 1-നെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? സെഡ് സ്ക്വയർ പ്ലസ് സെഡ് പെർഫെക്റ്റ് സ്ക്വയർ ആക്കുമ്പം ഇതിൻ്റെ പകുതി 1 ആണ്, അതിൻ്റെ പകുതി ഹാഫ് ആണ്. ഹാഫ് സ്ക്വയർ ഈസ് 1/4 പ്ലസ് 3/4. അപ്പോൾ ഇതിൻ്റെ മോഡുലസ് ഒന്ന് ഇതിൻ്റെ മോഡുലസ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ മോഡുലസ് ഇസിക്കൽ 1, ഇതിൻ്റെ മോഡുലസ് ഇസിക്കൽ 1. അപ്പോൾ ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? സെഡ് പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 3/4 മോഡുലസ് ഇസിക്കൽ ടു 1 അങ്ങനെ പറഞ്ഞൂടെ അല്ലേ? സെറ്റ് പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 3/4 ഇസിക്കൽ 1. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് പ്ലസ് ഇറ്റ് ഈസ് സെഡ് പ്ലസ് 1/2 സ്ക്വയർ പ്ലസ് 3/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3/4 is modulus of z1 plus z2 is less than equal to modulus of z1 plus modulus of z2. Triangle inequality. അപ്പോൾ modulus of z plus half square plus 3/4 is ഇതിന് നമുക്ക് എഴുതിക്കൂടെ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് എഴുതിക്കൂടെ? ഈ 3/4 എടുത്താൽ അത് 1/4 വരില്ലേ? അപ്പോൾ 1/4 ലെസ് ദാൻ ഈക്വൽ ടു മോഡ് z plus 1/2 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ z plus 1/2 is എന്ത് കിട്ടും? ഫ്രം ദിസ് വാട്ട് യു ഗെറ്റ് z plus 1/2 the whole square is less than or equal to z plus ഇത് ഇങ്ങോട്ട് വന്നാൽ 1/4 is less than that അല്ലേ? 1/4 is less than that. Okay, 1/4 is less than or equal to this. This is less than or equal to this. This is less than equal to this. അപ്പോൾ 1 less than equal to that. Okay, ശരിയാണ്. അപ്പോൾ 1/4 ലെസ് ദാൻ ഈക്വൽ ടു ദിസ് ഓർ സെറ്റ് പ്ലസ് 1/2 ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 റൈറ്റ്? ഇത് രണ്ടുകൂടെ ഇപ്പോൾ 1/2 ആവില്ലേ? അപ്പോൾ ഇത് ശരിയാണ്. സി ശരിയാണ്. അപ്പം ഇത് തെറ്റാണ്, ഇത് ശരിയാണ്. അപ്പോൾ ഇതെന്തായാലും തെറ്റാണ്. എ തെറ്റാണ്. അപ്പോൾ ബി ശരിയാണോ തെറ്റാണോ എന്ന് നോക്കിയാൽ മതി. മനസ്സിലുണ്ടോ? ബി ശരിയാണോ തെറ്റാണോ നോക്കിയാൽ മതി. നമുക്കൊരു കാര്യം നോക്കാം. ഈ സെറ്റ് സ്ക്വയർ പ്ലസ് ഇതിന് ഇഷ്ടംപോലെ വാല്യൂസ് ഉണ്ട്. നോക്കോ, സെറ്റ് സ്ക്വയർ പ്ലസ് സെറ്റ് പ്ലസ് 1 ആണെങ്കിൽ ഇത് 1 ആയാൽ പോരെ? നോക്കൂ, ഇത് 1 ആയാൽ പോരെ? ഇത് 1 ആണെങ്കിൽ എന്താ വരിക? സെറ്റ് സ്ക്വയർ പ്ലസ് സെഡ് 0 ആവണം. സെഡിൻ്റെ വാല്യൂ നോക്കൂ, സെഡ് സ്ക്വയർ പ്ലസ് സെഡ് പ്ലസ് 1 ആവാം, അല്ലെങ്കിൽ -1 ആവാം, അല്ലെങ്കിൽ ഒമേഗ ആവാം, അല്ലെങ്കിൽ -ω² ആവാം. അങ്ങനെ കുറേ വാല്യൂസ് ഉണ്ട്. ഈ റേസ് വൈ തീറ്റയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആയാൽ മതി. മോഡുലസ് 1 ആവണമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് ഞാൻ കുറച്ച് വാല്യൂസ് പറഞ്ഞു. 4 വാല്യൂസ് അല്ല, നമ്മൾ അറിയാതെ 4 വാല്യൂസാണ് പറഞ്ഞു പോവാം. 4 വാല്യൂസ് അല്ല പറയേണ്ടത്, ഇഷ്ടംപോലെ വാല്യൂസ് ഉണ്ട്. ഞാനതിൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന 4 വാല്യൂസ് പറഞ്ഞു. 1 -1. ഇപ്പോൾ ഇത് 1 ആണെങ്കിൽ സെറ്റ് സ്ക്വയർ പ്ലസ് സെറ്റ് 0 ആവും. സെറ്റ് സ്ക്വയർ പ്ലസ് സെറ്റ് 0 ആണെങ്കിൽ സെറ്റ് 0 ആവാം, സെറ്റ് -1 ആവാം. അപ്പോൾ മോഡ് സെറ്റ് 2 കുറവാണ്. ശരിയാണ്, വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി മോഡ് സെറ്റ് പ്ലസ് സെറ്റ് -1 ആയാലും അതെ, സെഡിൻ്റെ വാല്യൂ എന്താ? സെറ്റ് സ്ക്വയർ പ്ലസ് സെറ്റ് പ്ലസ് 2 = 0 അല്ലേ? ഇത് ഈക്വൽ ടു ആയാലും വരാം സെഡ് സ്ക്വയർ പ്ലസ് സെഡ് പ്ലസ് 2 = 0. അപ്പോൾ അതിന് സെഡിൻ്റെ വാല്യൂ എന്താ? സെഡ് സ്ക്വയർ പ്ലസ് സെഡ് പ്ലസ് 2 = 0.
അതായത് ഇത് ഇക്വേറ്റ് ചെയ്താൽ സെറ്റ് സ്ക്വയർ പ്ലസ് സെറ്റ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു -1 ആയാൽ സെറ്റ് സ്ക്വയർ പ്ലസ് സെറ്റ് പ്ലസ് 2 ഈക്വൽ 0. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് സെറ്റ്? -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ -428 ഡിവൈഡഡ് ബൈ 2a, റൈറ്റ്? 2a. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്താൽ -1/2 പ്ലസ് √7/2 എന്നാ വരിക. ഇതിൻ്റെ മോഡുലസ് ഒന്ന് നോക്കൂ. 1/4 പ്ലസ് 7/4 8/4 2 കണ്ടോ? 2ൻ്റെ അപ്പുറത്തേക്ക് പോവില്ല. 2 2-നേക്കാൾ കുറവായിരിക്കും. വെരി ഗുഡ്. അപ്പോൾ ബി ഈസ് ആൻസർ. അപ്പോൾ അങ്ങനെ നോക്കിയാൽ മതി. ട്രയൽ എറർ മതി. ഒരിക്കലും 2-നേക്കാൾ വലിയൊരു വാല്യൂ വരില്ല. അപ്പോൾ 2-നേക്കാൾ ചെറിയ വാല്യൂ ആണ്, 2 ആണല്ലോ അത് വാല്യൂ. അപ്പോൾ 2-നേക്കാൾ ബിഗറുള്ള ചോയ്സ് ഇല്ല. അപ്പോൾ ഇത് ശരിയാണ്, 2 ആവാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ദാറ്റ്സ് ഇനഫ്. കാരണം ഇത് ഇവിടെ എത്തുമ്പോൾ ലെങ്തി ആക്കണ്ട. നമുക്ക് രണ്ട് കൺസെപ്റ്റ് കിട്ടിയാൽ പിന്നെ ഏതെങ്കിലും ഒരു ട്രയൽ എറർ മെത്തേഡ് വെച്ച് ഇത് ചെയ്താൽ മതി. ഓക്കെ, ശരി. 10ാമത്തെ ചോദ്യം. XYZ be the positive real number. Suppose XYZ are the length of the sides of triangle opposite to the angles in any triangle ABCയിലെ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു ട്രയാങ്കിൾ ഉണ്ട്. ദിസ് ഇസ് ദ ട്രയാങ്കിൾ. ഇത് എക്സ്, ഇത് വൈ, ഇത് സെഡ്. അപ്പോൾ ഇൻ എനി ട്രയാങ്കിൾ ABC കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ക്യാപിറ്റൽ എയുടെ ഓപ്പോസിറ്റ് ഫേസ് ആയിരിക്കും സ്മോൾ എ. അപ്പോൾ ഇത് സ്മോൾ എക്സ്, ഇത് സ്മോൾ വൈ, ഇത് സ്മോൾ സെഡ്. അപ്പോൾ ഇതാണ് ഇൻ എനി ട്രയാങ്കിൾ ABC. അങ്ങനെയാണെങ്കിൽ ആൻഡ് tan x/2 പ്ലസ് tan z/2. അപ്പോൾ അതാണ് തന്നിട്ടുള്ളത്. ഡാറ്റ അതാണ്. tan x/2 പ്ലസ് tan z/2 is equal to 2y by x plus y plus z. It is 2y by x plus y plus z. ഇതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത് ഈ കണ്ടീഷൻ വെച്ചിട്ട് ഈ ചോയ്സ് ഏതൊക്കെയാണ് ശരിയെന്നാ ചോദ്യം. അടിപൊളി ക്വസ്റ്റ്യൻ ആണത്. നമുക്കൊരു ഐഡിയ ഉണ്ട്. അതായത് ഹെറോൺസ് ഫോമിൽ കേട്ടിട്ടുണ്ടല്ലോ, ഡെൽറ്റ ഈക്വൽസ് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് RS ഈക്വൽസ് ഡെൽറ്റ. നിങ്ങൾക്ക് ഈ ഫോർമുലാസ് ഒക്കെ ഓർക്കേണ്ടതുള്ളൂ. ഡെൽറ്റ ഈക്വൽസ് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇവിടെ എസ് മൈനസ് എക്സ് ഇൻറ്റു എസ് മൈനസ് വൈ ഇൻറ്റു എസ് മൈനസ് സെഡ് ആണ്. പിന്നെ RS എന്ന് പറഞ്ഞാൽ ഡെൽറ്റയാണ്. എസ് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ പ്ലസ് എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 ആണ്. സെമി പെരിമീറ്റർ RS ഈക്വൽസ് ഡെൽറ്റ ഒരു ഫോർമുലയാണ്. വേറൊരു ഫോർമുലയുണ്ട്, tan a/2. ഈ ഫോർമുലയില്ലേ, tan a/2 ഈക്വൽസ് R by S minus A. റിസൾട്ട് R is a semi അല്ല R is a in radius. R is a in radius. അത് പ്രൂവ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. cos എയുടെ ഫോർമുല, കൊസൈൻ ഫോർമുലയുണ്ട്. cos A equals b square plus c square minus a square by 2bc. അതൊന്ന് സൈൻ എയുടെ വാല്യൂ കാണാം. cos a/2 ആണ്, sin a/2 ആണ്. ഇവിടെ tan a/2യുടെ വാല്യൂ ആണ്. tan a/2 ഇങ്ങനെ കിട്ടുക. ഇറ്റ് ഇസ് ഡെൽറ്റ ബൈ എസ് ഇൻറ്റു എസ് മൈനസ് എ എന്ന് വരും. ഡെൽറ്റ പറഞ്ഞാൽ ഇങ്ങനെയാണ്, റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ബൈ എസ് ഇൻറ്റു എസ് മൈനസ് എ വരും. അത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഇങ്ങനൊരു റിസൾട്ട് വരും. tan a/2 ഈക്വൽസ്, ഞാൻ ആ ഫോമിൽ മാത്രമേ പറയുള്ളൂ, R by S minus A. അപ്പോൾ വാട്ട് ഈസ് tan x/2? വിൽ ബി R by S minus x. ഇത് ശ്രദ്ധിക്കണം. ഹാഫ് ആംഗിൾസിലെ പ്രോപ്പർട്ടീസ് ഓഫ് ട്രയാംഗിൾസിലെ ഫോർമുല ഉണ്ട്. tan a/2, tan b/2, tan c/2. tan a/2യുടെ ഫോർമുല റൂട്ട് ഓഫ് എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ബൈ എസ് ഇൻറ്റു എസ് മൈനസ് എ ആണ്. പക്ഷേ അത് സിംപ്ലിഫൈ ചെയ്താൽ ഡെൽറ്റ ബൈ എസ് ഇൻറ്റു എസ് മൈനസ് എ വരും. അതാണിത്, ഡെൽറ്റ ബൈ എസ് ഇൻറ്റു എസ്. ഡെൽറ്റ ബൈ എസ് ആണ് ആറ്. RS ഡെൽറ്റ ആണല്ലോ, അപ്പോൾ ഡെൽറ്റ ബൈ എസ് ആണ് 6. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ബൈ എസ് ആണ് 6. അപ്പോൾ tan x/2 പറഞ്ഞാൽ R ബൈ എസ് മൈനസ് എക്സ് ആണ്. പ്ലസ് Z/2 പറഞ്ഞാൽ R ബൈ സൈക്ലിക് ആണ്, എസ് മൈനസ് സെഡ് ഇസ് ഈക്വൽ ടു 2y ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആണ് 2s. സെമി പെരിമീറ്റർ ആണ് എക്സ് പ്ലസ് വൈ പ്ലസ് എസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് പറഞ്ഞാൽ 2s ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് പറഞ്ഞാൽ 2s ആണ്. അപ്പോൾ ഇത് 2s എഴുതാം, 2s. അപ്പോൾ ഈ 2 വെട്ടിപ്പോകും. വാട്ട് യു ഗെറ്റ്? ഇത് സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക? R ഇൻറ്റു യു ക്യാൻ ടേക്ക് LCM ആസ് എസ് മൈനസ് എക്സ് ഇൻറ്റു എസ് മൈനസ് വൈ, എസ് മൈനസ് സെഡ്. മുകളിൽ എന്താ വരിക? എസ് മൈനസ് എക്സ് പ്ലസ് എസ് മൈനസ്, അപ്പോൾ 2s മൈനസ് എക്സ് പ്ലസ് സെഡ് വരും അല്ലേ? ഈ എക്സ് പ്ലസ് സെഡിൻ്റെ വാല്യൂ ദിസ് ഇസ് വൈ ബൈ എസ്. നോക്കൂ, 2s പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആണ്. അപ്പോൾ ഇത് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആണ്, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആണ്.
2s വന്നാൽ അപ്പോൾ ഈ എക്സ് പ്ലസ് സെഡും വെട്ടിപ്പോയാൽ വാട്ട് യു ഗെറ്റ് ആർ ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ എസ് മൈനസ് എക്സ് ഇൻറ്റു എസ് മൈനസ് സെഡ് ഇസ് ഈക്വൽ ടു വൈ ബൈ എസ്. അതായത് ഈ എക്സ് പ്ലസ് സെഡും വെട്ടിപ്പോകും. അപ്പോൾ വാട്ട് യു ഗെറ്റ് ഇസ് വൈ. ഈ വൈയും വെട്ടിപ്പോകും. ഇതൊക്കെ ഈ തന്ന കണ്ടീഷൻസിൽ വരുന്ന ഫോർമുലാസാണ് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ എന്താ കിട്ടുക? ആർ എസ് ഇസ് ഈക്വൽ ടു ദിസ് അല്ലേ. ആർ എസ് ഇസ് ഈക്വൽ ടു എസ് മൈനസ് എക്സ് ഇൻറ്റു എസ് മൈനസ് സെഡ് അല്ലേ. ആർ എസ് ഇസ് ഈക്വൽ ടു എസ് മൈനസ് എക്സ് ഇൻറ്റു എസ് മൈനസ് സെഡ്. ക്ലിയർ? എസ് മൈനസ് എക്സ് ഇൻറ്റു എസ് മൈനസ് സെഡ്. അപ്പോൾ വാട്ട് ഈസ് ആർ എക്സ്? ആർ എസ് ആർ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ആർ? ആർ എസ് ആണ് ഡെൽറ്റ. ആർ എസ് ആണ് ഡെൽറ്റ. അപ്പോൾ ആർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ബൈ എസ് ആണ്. ആർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ബൈ എസ് ആണ്. അപ്പോൾ ആറിന് പകരം ഡെൽറ്റ ബൈ എസ് വയ്ക്കാം. ഡെൽറ്റ ബൈ എസ് ആറിന് പകരം. അപ്പോൾ ഈ എസും വെട്ടിപ്പോകും. അപ്പോൾ ഡെൽറ്റ ഈക്വൽസ് എസ് മൈനസ് എക്സ് ഇൻറ്റു എസ് മൈനസ് സെഡ് എന്ന് വരും. ഡെൽറ്റ ഈക്വൽസ് എസ് മൈനസ് എക്സ് ഇൻറ്റു എസ് മൈനസ് സെഡ്. ഡെൽറ്റ പറഞ്ഞാൽ ഹെറോൺസ് ഫോമിൽ നിങ്ങൾക്കറിയാം. റൂട്ട് ഓഫ് എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. അപ്പോൾ റൂട്ട് വരുന്നുണ്ട്, ഞാൻ സ്ക്വയർ ചെയ്യാം. അപ്പോൾ ഇവിടെയും സ്ക്വയർ ചെയ്യാം. ബട്ട് വാട്ട് ഈസ് ഡെൽറ്റ സ്ക്വയർ? ഡെൽറ്റ സ്ക്വയർ ഇസ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ആണ്. എസ് മൈനസ് എ അല്ല, എക്ക് പകരം എക്സ്, ബിക്ക് പകരം വൈ, സിക്ക് പകരം സെഡ്. ഇതിൽ എസ് മൈനസ് എക്സ് ഇൻറ്റു എസ് മൈനസ് സെഡ് ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ കുറേ എണ്ണം വെട്ടിപ്പോവും. എസ് മൈനസ് എക്സും ഈ എസ് മൈനസ് എക്സും വെട്ടിപ്പോവും. എസ് മൈനസ് സെഡും ഈ എസ് മൈനസ് സെഡും വെട്ടിപ്പോവും. അപ്പോൾ വാട്ട് യു ഗെറ്റ് ഇസ് ദിസ്. ഇഫ് യു മൾട്ടിപ്ലൈ ഇറ്റ്, വാട്ട് യു ഗെറ്റ്? എസ് ഇൻറ്റു എസ് മൈനസ് വൈ is equal to s minus x into s minus y z into s minus z, right? അല്ലേ? അപ്പം ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? എസ് സ്ക്വയർ മൈനസ് എസ് വൈ ഇസ് ഈക്വൽ ടു എസ് സ്ക്വയർ മൈനസ് എസ് ഇൻറ്റു എക്സ് പ്ലസ് സെഡ് മൈനസ് എക്സ് സെഡ് പ്ലസ് എക്സ് സെഡ് അല്ലേ. ഈ എസ് സ്ക്വയറും ക്യാൻസൽ ആവും അല്ലേ. ഇറ്റ് ഈസ് മൈനസ് എസ് വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് സെഡ്. എക്സ് പ്ലസ് സെഡിനെ നമുക്ക് മൈനസ് എക്സ് പ്ലസ് സെഡ് മൈനസ് എസ് വൈ. എക്സ് പ്ലസ് സെഡിനെ നമുക്ക് വൈയുടെ ടേമിൽ പറഞ്ഞൂടെ? ഇറ്റ് ഈസ് മൈനസ് എസ് ഇൻറ്റു 2s മൈനസ് വൈ പ്ലസ് എക്സ് സെഡ് അല്ലേ. 2s മൈനസ് വൈ പ്ലസ് എക്സ് സെഡ്. അപ്പോൾ ഇവിടെ പ്ലസ് എസ് വൈ വരും അല്ലേ. പ്ലസ് എസ് വൈ വരും. അപ്പം പ്ലസ് എസ് വൈ വരുമ്പം ഇത് ഇങ്ങോട്ട് എടുത്താൽ എന്ത് കിട്ടും? 2s സ്ക്വയർ മൈനസ് 2s സ്ക്വയർ പ്ലസ് 2sy പ്ലസ് എക്സ് സെഡ് ഇസ് ഈക്വൽ ടു 0, റൈറ്റ്? മൈനസ് 2s സ്ക്വയർ എക്സെട്ര ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്താൽ എസ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക? ഇറ്റ് ഈസ് 2 ഇൻറ്റു എസ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് സ്ക്വയർ ആണ് ബൈ 2. അപ്പോൾ ബൈ 4 ഇസ് ഈക്വൽ ടു 2s. എസ് പറഞ്ഞാൽ 2s പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആണ്. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇൻറ്റു വൈ പ്ലസ് എക്സ് സെഡ്. ഈ 2ഉം ഇവിടെ 2 ആവും. ഈ 2 ഇവിടെ എത്തുമ്പോൾ ഇവിടെ 2 ആവും, ഇവിടെ 2 ആവും. ശരിയല്ലേ? അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക നോക്കാം. വിൽ ബി ഗെറ്റിംഗ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് the whole square is equal to 2 into x plus y plus z into y plus 2xz അല്ല. അപ്പം ഇത് എക്സ്പാൻഡ് ചെയ്താൽ 2xy പ്ലസ് 2y സ്ക്വയർ പ്ലസ് 2yz പ്ലസ് 2xz വരും അല്ലേ. ഇത് എക്സ്പാൻഡ് ചെയ്താൽ എന്താ കിട്ടുക?
എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് 2yz പ്ലസ് 2xz. ഇപ്പോൾ 2xy 2yz 2xz വെട്ടിപ്പോയാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണ് 2y സ്ക്വയർ. അതിൻ്റെ അർത്ഥം എന്താ? ഈ വൈ സ്ക്വയർ വെട്ടിപ്പോയാൽ വാട്ട് യു ഗെറ്റ് ഇസ് എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ. ഇതാണ് ഈ പ്രോബ്ലത്തിൻ്റെ പിടുത്തം. ഈ സാധനം അപ്ലൈ ചെയ്താൽ, ഇതിപ്പോൾ ചിലപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുണ്ടാവും, സാരില്ല, ഇത് അപ്ലൈ ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽസ് വൈ സ്ക്വയർ കിട്ടും. എന്തെങ്കിലും ഫോമിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തന്നെ കിട്ടണമെന്നില്ല, പക്ഷേ ഇങ്ങനെ തന്നെ ഇപ്പം ഇതിൽ കുറച്ചും കൂടി സ്റ്റെപ്സൊക്കെ വേണമെങ്കിൽ കുറയ്ക്കാമായിരുന്നു, സാരില്ല. പക്ഷേ ഈ റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽസ് വൈ സ്ക്വയർ. അതാണ് ഇതിന്ന് ഫോളോ ചെയ്യുന്ന സാധനം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽസ് സെഡ് സ്ക്വയർ ആയാൽ വാട്ട് അബൌട്ട് ദ ട്രയാങ്കിൾ? ട്രയാങ്കിൾ എന്താവും? ഇറ്റ് ബിക്കംസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. പൈത്തഗോറസ് അല്ലേ ഇത്? ഇറ്റ്സ് പൈത്തഗോറസ് അല്ലേ? അപ്പോൾ വൈ പറയുന്നത് ഇവിടെയല്ല, ഇതാണ് വൈ. ഇതായിരിക്കും വൈ. ഇത് എക്സ് ആവാം, എക്സ് വൈ സെഡ് ആവാം. അപ്പോൾ ഇതായിരിക്കും എക്സ്, ഇതാണ് സെഡ്. എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽസ് വൈ സ്ക്വയർ, റൈറ്റ്? പൈത്തഗോറസ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ വൈ സ്ക്വയർ ആവും എന്നുള്ളതാണ് ഇതിൽ വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നോക്കൂ, എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ വൈ സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ വൈ സ്ക്വയർ ആണ്. അപ്പോൾ ഒരിക്കലും ഡി അല്ല. ഓക്കെ, അപ്പോൾ ഡി അല്ല, അപ്പോഴേ മനസ്സിലായി. എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ വൈ സ്ക്വയർ ആണ്, ഡി അല്ല. അപ്പം ഡി അല്ല. ഇനി എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ വൈ സ്ക്വയർ ആണ്. ഇനി വാട്ട് ഈസ് ടാൻ എക്സ് ബൈ ടു? ഇതാ അവിടെ ടാൻ എക്സ് ബൈ ടുൻ്റെ ഫോമുല ഇല്ലേ? ടാൻ എക്സ് ബൈ ടുൻ്റെ ഫോമുല എന്താ? അപ്പം നമ്മൾ കുറച്ച് മുമ്പേ കണ്ടാണ് ടാൻ എക്സ് ബൈ ടുൻ്റെ ഫോമുല. വാട്ട് ഇസ് ദ ഫോമുല? ഇറ്റ് ഈസ് ആർ ബൈ എസ് മൈനസ് എ, ആർ ബൈ എസ് മൈനസ് എക്സ്. വേണമെങ്കിൽ നമുക്ക് മുകളിലും താഴെയും എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എസ് ഇൻറ്റു എസ് മൈനസ് എക്സ്. വാട്ട് ഈസ് ആർ എസ്? ഡെൽറ്റ, റൈറ്റ്? വാട്ട് ഈസ് ഡെൽറ്റ? ഡെൽറ്റ ഈസ് ഹാഫ് ഇൻറ്റു എക്സ് വൈ, എക്സ് സെഡ്. ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ ഹാഫ് ഇൻറ്റു എക്സ് സെഡ്, ഹാഫ് ഇൻറ്റു എക്സ് സെഡ്. എസ് ഇൻറ്റു എസ് മൈനസ് എക്സ്, എസ് ഇൻറ്റു എസ് മൈനസ് എക്സ്. എസ് ഇൻറ്റു എസ് മൈനസ് എക്സ് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് എസ് ഇൻറ്റു എസ് മൈനസ് എക്സ്? ഇറ്റ് ഈസ്, ഇവിടെ ഒരു 2s ഉണ്ട്, ഇവിടെ ഒരു 2 വെച്ചാൽ, ഇവിടെ ഒരു 2 വെച്ചാൽ 2 ഇൻറ്റു എസ് മൈനസ് എക്സ് വെച്ചാൽ ഇവിടെ ഒരു 2 വെച്ചാൽ പോരെ? 2x സെഡ് ബൈ 2s ഇൻറ്റു 2 ഇൻറ്റു എസ് മൈനസ് എക്സ്. ഈ 2s എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 2x സെഡ് ഡിവൈഡഡ് ബൈ 2s എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആണ്. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. 2 ഇൻറ്റു എക്സ് മൈനസ് എക്സ് പറഞ്ഞാൽ വൈ പ്ലസ് മൈനസ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇഫ് യു സിംപ്ലിഫൈ ദാറ്റ് വാട്ട് യു ഗെറ്റ്? 2 ഇൻറ്റു എക്സ് സെഡ്, 2x സെഡ് ഡിവൈഡഡ് ബൈ, നോക്കൂ, വൈ പ്ലസ് സെഡ് പ്ലസ് എക്സ്, വൈ പ്ലസ് സെഡ് മൈനസ് എക്സ്. ഇറ്റ് ഈസ് വൈ പ്ലസ് സെഡ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. വൈ പ്ലസ് സെഡ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇറ്റ് ഈസ് വൈ പ്ലസ് സെഡ്, it is y square plus z square plus 2yz minus x square. It is 2xz divided by y square plus z square minus x square plus 2yz. നോക്കൂ, y square minus x square z square ആണ്. അപ്പോൾ y square minus x square z square ആണ്. അപ്പോൾ 2z square വരില്ലേ? അപ്പോൾ if you take 2z outside എന്ത് കിട്ടും? എക്സ് ബൈ സെഡ് പ്ലസ് വൈ എന്ന് വരും. എക്സ് ബൈ സെഡ് പ്ലസ് വൈ. അപ്പോൾ ഇത് ശരിയാണ്, സി ശരിയാണ്. പിന്നെ നോക്കൂ, ടാൻ എക്സ് ബൈ 2 ഈക്വൽസ്, ഇത് റിസൾട്ട് ശ്രദ്ധിക്കണേ. ഇവിടെ 2z സ്ക്വയർ ഉണ്ട്, 2yz ഉണ്ട്. യു ആർ ടേക്കിംഗ് 2z ഔട്ട്സൈഡ്. ഇവിടെയും 2z വെട്ടിപ്പോവും. അപ്പോൾ എക്സ് ബൈ സെഡ് പ്ലസ് വൈ എന്ന് വരും. അതാണ് സെഡ് പ്ലസ് വൈ, കണ്ടോ? അപ്പോൾ ഇത് ശരിയാണ്, സി ശരിയാണ്. ഇതെന്തായാലും തെറ്റാണ്, കാരണം എക്സ് സ്ക്വയർ, ഇത് പൈത്തഗോറസ് വർക്ക് ചെയ്യുന്നുണ്ട്. എക്സ് പ്ലസ് സെഡ് സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ വൈ സ്ക്വയർ ആണെങ്കിൽ ഇത് 0 പോലെ. അപ്പോൾ അത് തെറ്റാണ്. പിന്നെ നോക്കൂ, ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണല്ലോ, അതുകൊണ്ട് ഒരു കുളത്തങ്ങോട്ട് കഴിഞ്ഞാൽ ബാക്കി എത്ര എളുപ്പമാണ്. ഇത് നോക്കൂ, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ഇത് 90 ഡിഗ്രി ആണല്ലോ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ സെറ്റും കൂടി കൂട്ടിയാൽ ക്യാപിറ്റൽ വൈ കിട്ടണ്ടേ? എന്താ കാരണം? എക്സും വൈയും സെറ്റും കൂടി കൂട്ടിയാൽ 180 ആണ്. അപ്പോൾ എക്സ് പ്ലസ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താവണം? 90 ആവണം. വൈ ഓൾസോ ഈസ് 90. അപ്പോൾ എക്സ് പ്ലസ് സെഡ് ഇസിക്കൽ വൈ. അപ്പോൾ ഇതും ശരിയാണ്, ഇത് തെറ്റാണ്. തീർച്ചയായിട്ടും ഇത് ശരിയാണ്, ഇത് തെറ്റല്ലേ? അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം ഇത് ശരിയാണ്, ഇത് തെറ്റാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നേ ശരി ഉണ്ടാവുള്ളൂ. പിന്നെ
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു റിസൾട്ടിൽ നിന്ന് മാത്രമാണ് ഈ ഒരു റിസൾട്ടിൽ നിന്ന് മാത്രമാണ് നമുക്ക് എല്ലാം കൂടി കിട്ടുന്നത് കേട്ടോ. എക്സ് സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഈക്വൽസ് വൈ സ്ക്വയർ എന്ന് മാത്രമാണ് നമ്മളെല്ലാം കൂടി കിട്ടുന്നത്. ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ എന്നുള്ള ആ കൺസെപ്റ്റിൽ നിന്നാണ് ബാക്കി മുഴുവൻ കിട്ടുന്നത് അല്ലേ. ഇനി നമുക്ക് 11ാമത്തെ ചോദ്യം നോക്കിയാലോ. 1 or more ആണ്. ദിസ് ഇസ് 1 or more. 12 ചോദ്യമാണ് 1 or more ഉള്ളത് കേട്ടോ. ഓക്കെ, ചോദ്യം നന്നായിട്ട് വായിക്കാം. 2 ലൈൻസ് ഉണ്ട്, L1 ഉം L2. 2 ലൈൻസ് ഉണ്ട്. പിന്നെയോ യു ഹാവ് എ ലൈൻ L which passes through the point of intersection of these 2 lines. ഇതാണ് L. This is L1. This is L2. അപ്പോൾ you have 2 lines L1 and L2 and L is a line which passes through the intersection of L1 and L2 and also it bisects the acute angle. അപ്പോൾ ഈ ആംഗിളും സെയിം ആണ്, ബൈസെക്സ് ദ acute angle. ഇതാണ് acute angle. L1 ഉം L2 തമ്മിലുള്ള acute angle അതാണ്. അപ്പോൾ അതിനെ ബൈസെക്റ്റ്. അപ്പോൾ ഈ ആംഗിളും തുല്യമാണ്. Then which of the following is true? ഇതാണ് ചോദ്യം. എന്താ ചെയ്യേണ്ടത് നോക്കൂ. ഈ ലൈനിൽ 101 ഒരു പോയിൻ്റാണ്. ഈ ലൈനിലും 101 ഒരു പോയിൻ്റാണ്. അപ്പോൾ ഈ പോയിൻ്റ് ഓഫ് സെക്ഷൻ 101 ആയിരിക്കില്ലേ? അതാണ് ആദ്യത്തെ ഐഡിയ. 101 പോയിൻ്റാണ്. ഈ ലൈനിൻ്റെ മുകളിലത്തെ ഇവിടുത്തെ പാരലൽ വെക്ടർ L1ൻ്റെ പാരലൽ വെക്ടർ ഇതാണ് L1. പാരലൽ വെക്ടർ എന്താ? I minus j plus 3k ആണ്. I minus j plus 3k പാരലൽ വെക്ടർ. L2ൻ്റെ പാരലൽ വെക്ടർ ഇതാ. പാരലൽ വെക്ടർ ഇറ്റ് ഈസ് minus 3i minus j plus k അല്ലേ. നോക്കൂ, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആണ്. നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട് ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. 2 വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിൽ, അല്ലെങ്കിൽ ജനറലി പറയാം എ ഒരു വെക്ടറാണ് ബി ഒരു വെക്ടറാണ്, ആംഗിൾ ബൈസെക്ടർ വെക്ടർ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ ബൈ മോഡ് എ പ്ലസ് ബി ബൈ മോഡ് ബി. എ ബൈ മോഡ് എ പ്ലസ് ബി ബൈ മോഡ് ബി പറഞ്ഞാൽ എ ബൈ മോഡ് എ യൂണിറ്റ് വെക്ടർ ആവും, ഇത് യൂണിറ്റ് വെക്ടർ ആവും. അപ്പോൾ ഇത് യൂണിറ്റ് വെക്ടർ ആകുമ്പം ഇത് ഉണ്ടാക്കുന്ന ഇത് ആംഗിൾ ബൈസെക്ടർ ആയിരിക്കും. അപ്പോൾ എയും ബിയും 2 വെക്ടേഴ്സ് ആണെങ്കിൽ എ ബൈ മോഡ് എ പ്ലസ് ബി ബൈ മോഡ് ബി ആയിരിക്കും ദ വെക്ടർ അലോങ് ദ ഇൻറ്റേർണൽ ബൈസെക്ടർ ഓഫ് acute angle between A and B. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ? റൂട്ട് ഓഫ് 9 + 1 + 1 11 ആണ്. ഇതും അതെ, 9 + 1 + 1 11 ആണ്. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആണ്. അപ്പോൾ ഈ വെക്ടർ അതായത് ഈ ലൈൻ്റെ എന്താ? ആംഗിൾ ബൈസെക്ടറാണ്. അപ്പോൾ ഈ ലൈനിൻ്റെ പാരലൽ വെക്ടർ എന്തായിരിക്കും? ഇത് ബൈ മോഡ് റൂട്ട് 11 പ്ലസ് ഇത് ബൈ മോഡ് റൂട്ട് 11 അല്ലേ. അപ്പോൾ it is I minus j plus 3k divided by root 11 plus minus 3i minus j plus k by root 11 അല്ലേ. അതായത് ഈ എല്ലിനോട് പാരലൽ വെക്ടർ പാരലൽ ടു എൽ ഇസ് ഈക്വൽ ടു എന്താ? ഇവിടെ രണ്ടും റൂട്ട് 11 പുറത്തേക്ക് എടുക്കാം. അപ്പോൾ I minus 3i ഇറ്റ് ഇസ് minus 2i. പിന്നെ minus j minus 2j. പിന്നെ 3k plus k ഇറ്റ് ഇസ് 4k ഡിവൈഡഡ് ബൈ റൂട്ട് 11 ഉണ്ടാവും. ആവശ്യമില്ല, കാരണം എന്താ? പാരലൽ വെക്ടറാണ്. പാരലൽ വെക്ടർ സ്കെലാർ മൾട്ടിപ്പിളും വർക്ക് ചെയ്യില്ലേ, അതുകൊണ്ട് റൂട്ട് 11 വേണ്ട. അപ്പോൾ വെക്ടർ പാരലൽ ടു എൽ, അതായത് ഈ വരയിനോട് പാരലൽ ആയിട്ടുള്ള വരയാണിത്. അപ്പോൾ ആ വരയുടെ ഇക്വേഷൻ എന്തായിരിക്കും? എല്ലിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? വാട്ട്സ് ദ ഇക്വേഷൻ ടു എൽ? ചോദ്യം എന്താണ്? വിച്ച് ആർ ദ ഫോളോയിങ് ഇസ് ട്രൂ എന്നാണ് ചോദ്യം. അപ്പോൾ ആ എല്ലിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഇറ്റ് ഇസ് ദ ഇക്വേഷൻ ടു എൽ ഇസ് x minus 1 by minus 2 is equal to അങ്ങനെ പറയാം. it is y minus 0 divided by minus 2 is equal to z minus 1 divided by 4. ഇതാണ് എല്ലിൻ്റെ ഇക്വേഷൻ. പക്ഷെ തന്നിട്ടുണ്ട് എല്ലിൻ്റെ ഇക്വേഷൻ ഇതാണെന്ന്. അപ്പോൾ എന്താണ് ആൽഫയുടെ വാല്യൂ? ആൽഫ ഷുഡ് ബി 1 അല്ലേ. ഇതാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യാം. അപ്പോൾ ആൽഫയുടെ വാല്യൂ 1 ആണ്. പിന്നെ ഇവിടെ y മൈനസ് 1 ആണല്ലേ. ഒരു മിനിറ്റ്. അപ്പോൾ എല്ല് പാസ് ചെയ്യുന്ന പോയിന്റ് 1 0 ആണ്. ഒരു മിനിറ്റ്. അപ്പോൾ ചെറിയ പ്രശ്നമുണ്ട്.
അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇത് കമ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നോക്കൂ, എൽ എം മൈനസ് ടു. അപ്പോൾ ഇത് കമ്പയർ ചെയ്യാം. എൽ എം മൈനസ് ടു ആണ് എല്ലിൻ്റെ ഡി ആർ. അപ്പോൾ ഇതിൻ്റെ ഡി ആർ എന്താ? -2 -2 4. അപ്പോൾ മണി -2. അപ്പോൾ വാട്ട് ക്യാൻ സേ, ഇത് രണ്ടും ഒരേ ഡി ആർ തന്നെ ആവണ്ടേ? അപ്പോൾ നമുക്കിത് പറയാം, എൽ ബൈ -2 ഇസ് ഈക്വൽ ടു എം ബൈ -2 ഇസ് ഈക്വൽ ടു -2 ബൈ -2 1. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ -2, എമ്മിൻ്റെ വാല്യൂ -2. അപ്പം എല്ലിൻ്റെ വാല്യൂ -2 by 4. It is -2 by 4 is -1 by 2. Okay, -1 by 2. But what is the value of L? L equals 1. Alle? And M equals again 1. അപ്പോൾ എല്ലും 1 ആണ്, എമ്മും 1 ആണ്. അപ്പോൾ ഇത് ശരിയാണ്, ബി ശരിയാണ്. എൽ പ്ലസ് എം 2 ആണ്. അപ്പോൾ ഒരു ഐഡിയ. അപ്പം എൽ പ്ലസ് എം 2 ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലിൻ്റെ വാല്യൂ 1 ആണ്, എമ്മിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ഈ വര എന്തായി? എക്സ് മൈനസ് ആൽഫ. നമുക്ക് ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് എക്സ് മൈനസ് ആൽഫ ഡിവൈഡഡ് ബൈ 1 ഇസ് ഈക്വൽ ടു വൈ മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 ഇസ് ഈക്വൽ ടു സെഡ് മൈനസ് ഗാമ ഡിവൈഡഡ് ബൈ -2. ഇങ്ങനെ പറഞ്ഞുകൂടെ നമുക്ക് പറയാം. അപ്പോൾ ഇതും അതേപോലെ പറയാം, ഈ -2 4ന് നമുക്ക് 1 1 -2 ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് ആൽഫയും ഗാമയാണ് നോക്കേണ്ടത്. നോക്കാം, ഇതിൽ ജനറൽ പോയിൻ്റ് എങ്ങനെയാണ് പറയുക? നോക്കൂ, ഇതിലെ പോയിൻ്റ് ആൽഫ. നമുക്കൊരു കാര്യം ചെയ്യാൻ പറയാം, ഇത് ലാംഡയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇതിൽ ജനറൽ പോയിൻ്റ് എന്താ മക്കളെ? ഇറ്റ് ഈസ് ജനറൽ പോയിൻ്റ് വിൽ ബി ലാംഡ മൈനസ് ആൽഫ. നോക്കൂ, ലാംഡ പ്ലസ് ആൽഫ. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്താൽ ലാംഡ പ്ലസ് 1. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്താൽ -2 ലാംഡ പ്ലസ് ഗാമ. ലാംഡ പ്ലസ് 1. നോക്കൂ, ഇതിലെ മുകളിലെ ജനറൽ പോയിൻ്റ് ആണ്. ഇതിലെ ജനറൽ പോയിൻ്റ് ഏതാ? ഇതിലെ പോയിൻ്റ് ഏതാ? ആൽഫ 1 ഗാമ. ആൽഫ 1 ഗാമ. അപ്പോൾ ലാംഡയുടെ വാല്യൂ 0 ആയാൽ പോരെ? ലാംഡയുടെ വാല്യൂ 0 ആവണം അല്ലേ? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആൽഫ ഫ്രം ദർ? ആൽഫയും ഗാമയും റിലേഷൻ കിട്ടണം. വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ആൻഡ് ഗാമ? എല്ലിൻ്റെയും എമ്മിൻ്റെയും വാല്യൂ, എല്ലിൻ്റെ വാല്യൂ 1 ആണ്, എമ്മിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ എൽ ഇസ് 1, എം ഇസ് 1. അപ്പോൾ ഇവിടെ y -1 ആണ്. ആൽഫ 1 ആകുമ്പം ഗാമ പ്ലസ് ആൽഫ, ലാംഡ പ്ലസ് 1. ഓക്കെ. അപ്പോൾ ഇതായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. ദിസ് ഇസ് y മൈനസ്, ഈ പോയിൻ്റ് ഏതാ? ഏതായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്? ഇതിലെ ജനറൽ പോയിൻ്റാണ് ഇത്. അപ്പോൾ ഇതായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്, കാരണം ഇത് രണ്ടും ഒരേ അല്ലേ? അപ്പോൾ ഇതിലെ ജനറൽ പോയിൻ്റ് ഏതാ? 1 0 1. ഇതായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. സോറി, അതായത് ഈ ലൈനാണിത്. എൽ ഈക്വൽസ് 1, എം ഈക്വൽസ് 1. ഈ വരെ ഇങ്ങനെ എഴുതാം. ഇത് രണ്ടും ഒന്നാണ്. അപ്പോൾ ഇതിൽ ജനറൽ പോയിൻ്റ് എന്താ? ഇത് ലാംഡയായിട്ട് എടുത്താൽ എക്സ് ഈക്വൽസ് ലാംഡ പ്ലസ് ആൽഫ, വൈ ഈക്വൽസ് ലാംഡ പ്ലസ് 1, സെഡ് ഈക്വൽസ് -2 ലാംഡ പ്ലസ് ഗാമ. അത് ഇതിൽ ജനറൽ പോയിൻ്റ്. ഇതിൽ ഫിക്സഡ് പോയിൻ്റ് ഇതാ 1 0 1 അല്ലേ? ഇപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ലാംഡ പ്ലസ് 1 ഇസ് 1 0. അപ്പോൾ ലാംഡയുടെ വാല്യൂ എന്താ? ലാംഡ പ്ലസ് 1 ഇസ് 0. അപ്പോൾ ലാംഡയുടെ വാല്യൂ ലാംഡ ഈക്വൽസ് -1. അപ്പോൾ ലാംഡ -1 ആയാൽ ഇതെന്തായി? -1 പ്ലസ് ആൽഫ 0. ഇവിടെ ലാംഡ -1 ആയാൽ എന്താ വരിക? 2 പ്ലസ് ഗാമ. റൈറ്റ്. അപ്പോൾ എന്താ കിട്ടുക? അപ്പോൾ ലാംഡ -1 ആയ ഇത് 0 ആയി, ലാംഡ -1 ആയ 2 പ്ലസ് ഗാമയായി. അപ്പോൾ 2 പ്ലസ് ഗാമയാണ് 1. അപ്പോൾ you get 2 പ്ലസ് ഗാമ ഇസ് ഈക്വൽ ടു 1. പിന്നെ -1 പ്ലസ് ആൽഫ ഇസ് ഈക്വൽ ടു -1 അന്ന് ഗാമയുടെയും ആൽഫയുടെയും വാല്യൂ ആണ്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ആൽഫ ഗാമ? ഗാമ ഈക്വൽസ് -1, ആൽഫ ഈക്വൽസ് 2. അപ്പോൾ ഗാമ ഈക്വൽസ് -1, ആൽഫ ഈക്വൽസ് 2. അപ്പോൾ അത് നോക്കൂ, ഗാമ ഈക്വൽസ് 1, ആൽഫ ഗാമ ഈക്വൽസ് -1, ആൽഫ ഈക്വൽസ് 2. അപ്പോൾ 3 ഉണ്ടോ? ശരിയാണ്, ഇത് ശരിയാണ്.
ആൽഫ ഈക്വൽസ് 1 ഗാമ ഈക്വൽസ് -2 ആകുമ്പോൾ 3 വരും. അപ്പോൾ ഇത് രണ്ടും ശരിയാണ്, എയും ബിയും ശരിയാണ്. ഇതിൽ കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക്, എന്താ വെച്ചാൽ L+M 2 ആണെങ്കിൽ L+M 0 ആവില്ല. പക്ഷേ അതാ L+Mന് കണ്ടീഷൻസ് ആവാല്ലേ, അതെ L+M 2 ആണെങ്കിൽ L+M 0 ആവില്ല, ശരിയാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നേ ശരിയാവുള്ളൂ. അതേപോലെ ഗാമ മൈനസ് ആൽഫ 1 ആണെങ്കിൽ ഗാമ മൈനസ് ആൽഫ 3 ആവില്ല. അപ്പോൾ അതിൽ ഏതെങ്കിലും രണ്ടെണ്ണേ ശരി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊരു ചെക്ക് പോയിൻ്റ് ഉണ്ട് അതിൽ. അപ്പോൾ എയും ബിയും ശരിയാണ്. അപ്പോൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒറ്റ കാര്യമല്ലോ, എന്താ, എയും ബിയും രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ ഇൻറ്റേർണൽ ബൈസെക്ടർ വിൽ ബി അലോങ് എ ബൈ മോഡ് എ പ്ലസ് ബി ബൈ മോഡ് ബി. ആ ഒരൊറ്റ ഐഡിയ ഉണ്ടെങ്കിൽ പിന്നെ ഈ ലൈൻ്റെ ഇക്വേഷൻ വേണം കമ്പയർ ചെയ്യാം, അത്ര മതി. ഓക്കെ, 1 or moreലെ അവസാനത്തെ ചോദ്യം, 12ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആർ ട്രൂ? ഇനീക്വാളിറ്റിയാണ്. ഇനീക്വാളിറ്റി വരുമ്പം സൈനിലും കോസിലും ഇനീക്വാളിറ്റി വരുമ്പോൾ ഏറ്റവും നല്ലത് ഫങ്ഷൻസിൻ്റെ ഇനീക്വാളിറ്റി നോക്കുക. അപ്പം നോക്കൂ, f(x) ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു g(x) ആണെങ്കിൽ ഇൻ്റഗ്രൽ a to b f(x) ഇൻ്റഗ്രൽ a to b g(x)നോട് ഈക്വലായിരിക്കും, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഇനീക്വാളിറ്റി വരുമ്പം ഫങ്ഷനിലെ ഇനീക്വാളിറ്റി നോക്കിയാൽ മതി. നോക്കൂ, cos x-ൻ്റെ എക്സ്പാൻഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താ cos x-ൻ്റെ എക്സ്പാൻഷൻ? ഇറ്റ് ഈസ് 1 മൈനസ് x² / 2 ഫാക്ടറിയൽ പ്ലസ് x⁴ by 4 ഫാക്ടറിയൽ മൈനസ് എക്സെട്ര. ഇറ്റ് ഗോസ് ഓൺ ലൈക്ക് ദാറ്റ്. 0ൻ്റെയും 1ൻ്റെയും ഇടയിലാണ് കിടക്കുന്നത്, വിചാരിക്കുക 0ൻ്റെയും 1ൻ്റെയും ഇടയിൽ. അപ്പോൾ കുറച്ച് പ്ലസും കുറച്ച് മൈനസും ഉണ്ടാവും. എപ്പോഴും ഇങ്ങനെ പോകും, കൂട്ട് കുറയ്ക്ക് ഇങ്ങോട്ട് പോകും. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ പറയാം? അപ്പോൾ വാട്ട് വിൽ ബി x cos x? x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇറ്റ് ഈസ് x മൈനസ് x³ by 2 ഫാക്ടറിയൽ പ്ലസ് x⁵ by 5 ഫാക്ടറിയൽ മൈനസ് എക്സെട്ര. ഇറ്റ് ഗോസ് ഓൺ ലൈക്ക്, അല്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് x cos x ഇതിലേതെങ്കിലും കുറച്ച് ഭാഗം മാത്രം എടുക്കാം. ഇത് മാത്രം എടുക്കാം. യു ക്യാൻ റൈറ്റ് ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x മൈനസ് x³ by 2 ഫാക്ടറിയൽ. കാരണം ഇവിടെ പ്ലസ് സംതിങ് ഉണ്ടല്ലോ. അപ്പം വീണ്ടും വീണ്ടും കുറയുക ചെയ്യാം, പിന്നെ പവർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കുറയല്ലേ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ബാക്കിയുള്ള ടേംസ് ഒക്കെ നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ ഇതെന്തായാലും ഇതിനേക്കാൾ വലുതായിരിക്കും. അപ്പോൾ വാട്ട് ഈസ് ഇൻ്റഗ്രൽ ഓഫ് ദിസ്? ഇൻ്റഗ്രൽ ഓഫ് ദിസ്, അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് x cos x dx 0 to 1 is greater than or equal to integral of 0 to 1 x minus x³ by 2 factorial. 2 factorial 2 dx. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താ? x² by 2 ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/2 മൈനസ് x⁴ by 4 4 to 8 വരും 1/8. സിംപ്ലിഫൈ എന്താ കിട്ടുക? 8 minus 2 that is 6/16 അല്ലേ? 8 LC എടുത്തോളൂ, 8 LC എടുത്തോളൂ. അപ്പോൾ 4 - 1 3. ബട്ട് ഇസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 3/8. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3/8. ഇത് ശരിയാണ്, അത് ശരിയാണ്. എ ഈസ് കറക്റ്റ്. അപ്പോൾ x cos x ശരിയാണ്, x cos x ശരിയാണ്. ഓക്കെ, ഇനി sin x-ൻ്റെ എക്സ്പാൻഷൻ നോക്കാം. sin x-ൻ്റെ എക്സ്പാൻഷൻ, sin x-ൻ്റെ എക്സ്പാൻഷൻ എന്താ? x മൈനസ് x³ by 3 ഫാക്ടറിയൽ പ്ലസ് x⁵ by 5 ഫാക്ടറിയൽ മൈനസ് എക്സെട്ര. ഇറ്റ് ഗോസ് ഓൺ ലൈക്ക് ദാറ്റ്. അപ്പോൾ x sin x എന്തായിരിക്കും? x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇറ്റ് ഈസ് x² മൈനസ് x⁴ by 3 ഫാക്ടറിയൽ പ്ലസ് x⁵ by 5 ഫാക്ടറിയൽ മൈനസ് എക്സെട്ര. ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആ കുറച്ച് ടേം, ഈ ടേം ആയിട്ട് കളയുക. അപ്പോൾ ഇത് മാത്രം എടുക്കുമ്പോൾ എന്ത് കിട്ടും? x² മൈനസ് x⁴ by 3 ഫാക്ടറിയൽ അല്ലേ? Therefore integral of x sin x dx 0 to 1 is greater than or equal to, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ 0 to 1 x² മൈനസ് x⁴ by 3 ഫാക്ടറിയൽ നമുക്ക് 6 ആക്കി എഴുതാം. 3 ഫാക്ടറിയൽ 6 dx. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. x² ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x³ by 3 വിതിൻ ലിമിറ്റ് 0 to 1 ആകുമ്പോൾ 1/3 മൈനസ് x⁴ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x⁵ by 5 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 5 വരുമ്പോൾ 1/30 വരും അല്ലേ? ശരിയാണ്, 1/30. But this is greater than or equal to this. ഇതിൻ്റെ വാല്യൂ ഈക്വൽ ടു ആട്ടോ. അപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 30 LC എടുത്തോളൂ. ഇതിൽ 30 LC എടുക്കുക. അപ്പോൾ ഇവിടെ 10 - 1 9. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 9/30 ശരിയാണോ? 9/30 അതെ, 9/30 ആകുമ്പോൾ 3/9 ശരിയാണ്. ബട്ട് 9/30 ഈസ് 3/10. അപ്പോൾ ബി ശരിയാണ്. അപ്പോൾ എയും ശരിയാണ്, ബിയും ശരിയാണ്. ഇത് നമുക്ക് നോക്കുക. x² cos x, x² cos x. x² cos x ആകുമ്പോൾ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നോക്കൂ, ഇവിടെ x² കൊണ്ട് x² ആകുമ്പോൾ ഇവിടെ x² ആവും, ഇവിടെ x⁴ ആവും, ഇവിടെ x² ആണ് 6 ആവും.
അപ്പോൾ എക്സ് സ്ക്വയർ കോസ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്ത് വരും? ഈ ടേം മാത്രം എടുക്കുക. ഇവിടെ എക്സ് റേസ് ടു 4 ഇടുക, അത്ര മതി. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ ആയി, ഇവിടെ എക്സ് റേസ് ടു 4 ആയി. ഇൻറ്റിഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. വാട്ട് ഇസ് എക്സ് സ്ക്വയർ? 1/3 അല്ലേ? x³ അല്ലേ? അപ്പോൾ 1/3 മൈനസ് എക്സ് റേസ് ടു 4 ഇസ് എക്സ് റേസ് ടു 5/5. അപ്പോൾ ഇവിടെ ഓൾറെഡി 2 ഉള്ളതുകൊണ്ട് 1/10. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താ? 10 - 3 ഇറ്റ് ഇസ് 7/10 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7/10. അപ്പോൾ എക്സ് സ്ക്വയർ കോസ് എക്സ്, അപ്പോൾ ആക്ച്വലി എക്സ് സ്ക്വയർ കോസ് എക്സ് ഡി എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 7/10. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1/2 പറയുന്നത് തെറ്റാണ്. അപ്പോൾ ഇത് തെറ്റാണ്. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 7/10 ആണെങ്കിൽ ശരിയാവുമായിരുന്നു. റൈറ്റ്. ഇനി മറ്റേ നോക്കുക, എക്സ് സ്ക്വയർ സൈൻ എക്സ്. എല്ലാം സീരീസ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ എക്സ് സ്ക്വയർ സൈൻ എക്സ് ആണെങ്കിൽ ഇത് വരിക, ഇവിടെ എക്സ് സ്ക്വയർ, അപ്പോൾ ഇവിടെ എക്സ് ക്യൂബ്, ഇവിടെ എക്സ് റേസ് ടു 5, ഇവിടെ എക്സ് റേസ് ടു 7. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ സൈൻ എക്സ്. അപ്പോൾ ഈ ടേം മാത്രം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? എക്സ് ക്യൂബ് മൈനസ് എക്സ് റേസ് ടു 5/3 ഫാക്ടർ. അപ്പോൾ ഇവിടെ എക്സ് ക്യൂബ്, ഇവിടെ എക്സ് റേസ് ടു 5. ഇനീക്വാളിറ്റി വെച്ചാൽ മതി. അത് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇത് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാം. എക്സ് ക്യൂബിൻ്റെ ഇൻറ്റിഗ്രൽ എന്താ? എക്സ് റേസ് ടു 4/4. അപ്പം ഇതിൻ്റെ ലിമിറ്റ്സ് ആകുമ്പോൾ 1/4. എക്സ് റേസ് ടു 5 ആകുമ്പോൾ എക്സ് റേസ് ടു 6/6. എത്രയാണ്? 1/36. അപ്പോൾ 36 എൽ സി എടുത്തോളൂ. അപ്പോൾ മുകളിൽ എത്രയാവും? 9, 4 9 36. 9 - 1. അപ്പോൾ 8/36. അപ്പോൾ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 8/36. 8/36 ശരിയാണോ? 4 ഉണ്ട്. അപ്പോൾ 2/9 ശരിയാണ്. ഇത് 2/9 ആണ്. അപ്പോൾ ഇത് ശരിയാണ്. ഡി ശരിയാണ്. അപ്പോൾ എ ശരിയാണ്, ബി ശരിയാണ്, ഡി ശരിയാണ്. ഇത് എന്താവേണ്ടിയിരുന്നു? ഇത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 7/10 ആണെങ്കിൽ ഇതും ശരിയാവുമായിരുന്നു. അപ്പം സി തെറ്റാണ്. എയും ബിയും ഡിയും ശരിയാണ്. സീരീസ് മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ. ഇനി നമുക്ക് ഇൻറ്റിജർ ടൈപ്പ് നോക്കാം. ഇൻറ്റിജർ ടൈപ്പ് 13ാമത്തെ ചോദ്യം. ലെറ്റ് സ്മോൾ എം ബി ദ മിനിമം വാല്യൂ ഓഫ് ദിസ് ആൻഡ് ക്യാപിറ്റൽ എം ബി ദ മാക്സിമം വാല്യൂ ഓഫ് ദിസ്. വാട്ട് ഈസ് the value of this? Log m cube to the base 2 plus log m square to the base 3. നോക്കാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എത്രയേ ഉള്ളൂ. പോസിറ്റീവായിട്ടുള്ള നമ്പേഴ്സ് ആണെങ്കിൽ ഒരു റിസൾട്ട് ഉണ്ട്. എ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി എം. പോസിറ്റീവായിട്ടുള്ള നമ്പേഴ്സാണ്. ഇവിടെ തന്നിട്ട് y1 y2 y3 റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും 3 raised to y1, 3 raised to y2, 3 raised to y3 എന്തായാലും പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. എക്സ്പോണൻ്റ് ഒരിക്കലും നെഗറ്റീവ് ആവില്ലല്ലോ. y1 പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും 3 raised to y1, 3 raised to y2, 3 raised to y3 പോസിറ്റീവാണ്. അപ്പം ഈ 3 നമ്പേഴ്സ് എടുത്താൽ അവരുടെ എ എം ഇതല്ലേ, അവരുടെ ജി എം എന്താ? 3 raised to y1 ഇൻറ്റു 3 raised to y2 ഇൻറ്റു 3 raised to y3 ഹോൾ raised to 1/3. ഇതല്ലേ ജി എം. അതെപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. യു ആർ യൂസിങ് ദിസ് എ എം ഗ്രേറ്റർ ദാൻ ജി എം. അപ്പോൾ ഇവിടെ ദിസ് ക്യാൻ, അപ്പം ഇവിടെ നമുക്ക് വാട്ട് ഇസ് 3 raised to, അപ്പോൾ 3 raised to y1, 3 raised to y2, 3 raised to y3 എങ്ങനെ എഴുതാം? 3 raised to y1 plus y2 plus y3 എഴുതാം അല്ലേ. തന്നിട്ട് y1 plus y2 plus y3 9 ആണ്. അപ്പോൾ ഇത് 9 ആയാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 3 raised to 9 whole raised to 1/3. 3 raised to 9 whole raised to 1/3. What is 3 raised to 9 whole raised to 1/3? It is 3 raised to 3. അപ്പോൾ അത് 3 raised to 3 ആയി, എന്ന് വെച്ചാൽ 27 ആയി. ഈ 3 അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ വാട്ട് ഗെറ്റ് 3 raised to y1 പ്ലസ് 3 raised to y2 പ്ലസ് 3 raised to y3 ബൈ 3 ആണ് ഇത് 27. അപ്പോൾ ഇത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താ കിട്ടുക? ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 27 into 3. അപ്പോൾ 3 raised to 4. 3 raised to 4. നമ്മളോട് ചോദിച്ചത് ഇതിൻ്റെ മിനിമം വാല്യൂ എന്താണെന്ന് ചോദ്യം. യു ടേക്ക് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. വാട്ട് ഇസ് ദാറ്റ്? ഇറ്റ് ഇസ് ലോഗ് ഓഫ് 3 raised to y1 plus 3 raised to y2 plus 3 raised to y3 to the base 3 is greater than or equal to 4. അല്ലേ? അപ്പോൾ ലോഗ് ഓഫ് ദാറ്റിൻ്റെ മിനിമം വാല്യൂ എന്താണ്? 4 ആണ്. എന്ന് വെച്ചാൽ സ്മോൾ എമ്മിൻ്റെ വാല്യൂ 4 ആണ്. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ 4. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ക്യാപിറ്റൽ എം ഇസ് ദ മാക്സിമം വാല്യൂ ഓഫ് ദിസ്. അപ്പോൾ നമുക്കറിയാം x1 പ്ലസ് x2 പ്ലസ് x3 പോസിറ്റീവാണ് കേട്ടോ. x1ഉം x2 x3 പോസിറ്റീവ് റിയൽ നമ്പേഴ്സാണ്. അപ്പം എ എം ഗ്രേറ്റർ ദാൻ ജി എം അവിടെ വെച്ചാൽ എന്താ കിട്ടുക? x1 പ്ലസ് x2 പ്ലസ് x3 ബൈ 3 എന്താ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് x1 ഇൻറ്റു x2 ഇൻറ്റു x3 അല്ലേ? യു നോ x1 പ്ലസ് x2 പ്ലസ് x3 ഈസ് 9. അപ്പോൾ ഇത് 3 ആണ്. അപ്പോൾ ഇത് 9 ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 9 ആണ്. 9/3 3 ആണ്. 3 ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ദാറ്റ്. 3 ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു
x1 plus x1 into x2 into x3 whole raised to 1 by 3 അല്ലേ? അപ്പോൾ ഇതിൻ്റെ മാക്സിമം വാല്യൂ 3 ആണ്. ഇതിൻ്റെ മാക്സിമം വാല്യൂ 3 ആണ് അല്ലേ? അപ്പോൾ നമുക്കിങ്ങനെ പറയാം ലോഗ് ഓഫ് 3 അല്ലെങ്കിൽ ലോഗ് ഓഫ് x1 plus x1 into x2 into x3 whole raised to 1 by 3 to the base 3 is equal to log 3 to the base 3 1. ഇടത്ത് ഭാഗത്തും വലത്ത് ഭാഗത്തും log to the base 3 വയ്ക്കുക. അപ്പോൾ log 3 to the base 3 is 1. അപ്പോൾ നമുക്ക് എന്ത് പറയാം? This can be written as log ഈ 1 by 3നെ ഇങ്ങോട്ട് കൊണ്ടുവരാം, ഈ 1 by 3നെ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ 3 ആവും അല്ലേ? അപ്പോൾ log x1 x2 x3 to the base 3 less than or equal to 3. Therefore log of x1 to the base 3 plus log of x2 to the base 3 plus log of x3 to the base 3 is less than or equal to 3. അപ്പം ഇതാണ് മാക്സിമം വാല്യൂ. അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് ക്യാപിറ്റൽ എം ഇസ് ഇക്വൽ ടു 3. ക്യാപിറ്റൽ എം ഇസ് 3. ക്യാപിറ്റൽ എമ്മിൻ്റെ വാല്യൂ 3 ആണ്. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ വാല്യൂ? ഇറ്റ് ഇസ് log of സ്മോൾ എമ്മിൻ്റെ വാല്യൂ 4 അല്ലേ? അപ്പോൾ 4 ക്യൂബ് ടു ദ ബേസ് 2 പ്ലസ് ലോഗ് ഓഫ് 3 എം സ്ക്വയർ എന്താ? 3 സ്ക്വയർ. അപ്പോൾ 3 സ്ക്വയർ പറഞ്ഞാൽ 2 log 3 ടു ദ ബേസ് 3 ആണ്. പ്ലസ് ഇത് 2 സ്ക്വയർ ആണ്, അപ്പോൾ 2 raised to 6 ആണ്. അപ്പം 2 raised to 6 log 2 raised to 6 to the base 2. അപ്പോൾ 6 log 2 to the base 2 is equal to 6 plus 2. The value is 8. 8 ആണ് ഉത്തരം. ഓക്കെ, നമുക്ക് 14ാമത്തെ ചോദ്യം നോക്കിയാലോ. A1 A2 ഒരു AP ആണ് വിത്ത് കോമൺ ഡിഫറൻസ് 2. അത് B1 B2 എക്സെട്ര GP ആണ് വിത്ത് കോമൺ റേഷ്യോ 2. പിന്നെ A1 B1 ഈക്വൽ ആണ് C ആണെങ്കിൽ നമ്പർ ഓഫ് പോസിബിൾ വാല്യൂസ് ഓഫ് C ഫോർ വിച്ച് ദിസ് ഈക്വാലിറ്റി ഹാപ്പൻസ്. അതാണ് ചോദ്യം. നമുക്ക് നോക്കാം. 2 into ഇതിൻ്റെ വാല്യൂ എന്താ? സം ടു n ടേംസ് ഓഫ് എൻ അരിത്മെറ്റിക് പ്രോഗ്രഷൻ അല്ലേ? n by 2 into 2a plus n minus 1 reading. അപ്പോൾ it is n by 2 into 2a plus n minus 1. a പറഞ്ഞാൽ C ആണ് കേട്ടോ, ഫസ്റ്റ് ടേം C ആണ്. അപ്പോൾ 2a plus n minus 1 into d is equal to അത് സം ടു n ടേംസ് ഓഫ് എ GP ആണ്. അപ്പോൾ a is C എന്നാൽ B1 ഉം C ആണ് into 2 raised to n minus 1 by 2 minus 1 അല്ലേ? 2 minus 1 1 തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ എഴുതാം. അതിൽ നിന്ന് സിയുടെ വാല്യൂ എഴുതാം അല്ലേ? സിയുടെ വാല്യൂ എഴുതാം. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് സി? 2nc പ്ലസ് 2n ഇൻറ്റു n മൈനസ് 1 ഇസ് ഈക്വൽ ടു 2 raised to n c 2 raised c ഇൻറ്റു 2 raised to n മൈനസ് 1. അപ്പോൾ സിയുടെ വാല്യൂ എന്തായിരിക്കും? c ഇൻറ്റു 2n മൈനസ് 2 raised to n പ്ലസ് 1 ഇസ് ഈക്വൽ ടു minus 2n into n minus 1, or C is equal to 2n into n minus 1 divided by 2 raised to n minus 2n minus 1. അപ്പോൾ n 1 ആണെങ്കിൽ സിയുടെ വാല്യൂ ഉണ്ടാവില്ല. n 2 ആകുമ്പം 2 into 2 into 1 divided by n 2 ആകുമ്പോൾ 2 2 4 minus 4 മൈനസ് 1 4 വെട്ടിപ്പോവും. അപ്പം സിയുടെ വാല്യൂ എന്താ കിട്ടുക? -4 കിട്ടുക അല്ലേ? അതെ, -4 കിട്ടുക. പോസിബിൾ അല്ല, കാരണം പോസിറ്റീവ് ഇൻറ്റീജർ ആവണ്ടേ? പറ്റില്ല. അപ്പോൾ പോസിബിൾ അല്ല. n = 3 ആണെങ്കിലോ C is equal to എന്താ വരിക? 2 into 3 into 2 divided by 2 raised to 3 minus 3 to 6 minus 1. അപ്പോൾ താഴെ 1 ആണ്. അപ്പോൾ ഇത് ഓക്കെയാണ്. 3 to 6 7 ഇത് ഓക്കെയാണ്. n = 3 ഓക്കെയാണ്. അപ്പോൾ ഇത് ഓക്കെയാണ് കേട്ടോ, ഇത് ഓക്കെയാണ്. ഇനി n = 4 ആണെങ്കിൽ എന്താ വരിക? n = 4 ആകുമ്പം സിയുടെ വാല്യൂ 2 into 4 into 3 divided by 4 ആകുമ്പം 16 minus 4 to 8 minus 1 9. It is 4 3 is 12 24 divided by 7. പറ്റില്ല, നോട്ട് പോസിബിൾ. അപ്പോൾ n = 4 പറ്റില്ല. n = 5 പറ്റുമോ? If n = 5, what's the value of C? 5 ആണെങ്കിൽ 2 into 5 10 10 into 4 divided by ഇവിടെ 2 raised to 5 ആകുമ്പോൾ 32 minus 11 പറ്റില്ല, ഫ്രാക്ഷനാണ് കിട്ടുക, പറ്റില്ല. n = 6 ആണെങ്കിലോ
6 ആണെങ്കിൽ 2 ഇൻറ്റു സിയുടെ വാല്യൂ എന്താ? സി 2 ഇൻറ്റു 6 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 64 മൈനസ് 12 13. അപ്പം 6 5 30 ഇൻറ്റു 2 60 ഡിവൈഡഡ് ബൈ 51. പറ്റില്ല, നോട്ട് പോസിബിൾ. സി ഇൻഡിജറാണ്. n ഈക്വൽസ് 7 ആകുമ്പം സിയുടെ വാല്യൂ എന്താ? 2 ഇൻറ്റു 7 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 7 ആകുമ്പോൾ 128 മൈനസ് 15 ആണ്. 7 2 14 ഇൻറ്റു 6 84 അല്ലേ? 14 ഇൻറ്റു 6 84 ഡിവൈഡഡ് ബൈ, കണ്ടോ, 84 ഡിവൈഡഡ് ബൈ 15 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 113 വരാം. എന്തായാലും ഫ്രാക്ഷനാണ്, താഴെ വലുത്. അപ്പോൾ എന്തായാലും n ഇങ്ങനെ കൂടുമ്പോൾ ഡിനോമിനേറ്റർ കൂടുക. അപ്പോൾ എന്തായാലും n ഈക്വൽ ടു 6 കഴിഞ്ഞാൽ ഒരിക്കലും ഉണ്ടാവില്ല, താഴെ ഡിനോമിനേറ്റർ വലുതായിരിക്കും. അപ്പോൾ ആകെ ഒരു വാല്യൂന് മാത്രമേ ഇത് ഇൻഡിജർ ആവുള്ളൂ, അല്ല ഇത് അഡ്മിസിബിൾ വാല്യൂ. ഇൻഡിജർ ആവുന്നത് ഇപ്പോഴും ഇൻഡിജറാണ്. n ഈക്വൽസ് 1 ഇൻഡിജറാണ്, n ഈക്വൽസ് 2 ഇൻഡിജറാണ്, n ഈക്വൽസ് 3 ഇൻഡിജറാണ്, n ഈക്വൽസ് 1 സി 0 ആണ്. അപ്പോൾ അവിടെയൊക്കെ ചെറിയ പ്രശ്നമുണ്ട്. പോസിറ്റീവ് ഇൻഡിജർ ആയതുകൊണ്ട് ഇത് മാത്രമാണ് ശരി. അപ്പോൾ ദർ ഇസ് ഓൺലി വൺ വാല്യൂ ഓഫ് സി ഫോർ വിച്ച് ദാറ്റ് ഹാപ്പൻസ്. 1 ആണ് ആൻസർ. നമുക്കിനി 15ാമത്തെ ചോദ്യം നോക്കാം. ഇൻഡിജർ ടൈപ്പ്. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, പിന്നെ ഈ ഫംഗ്ഷൻ എല്ലായ്പ്പോഴും പോസിറ്റീവ് ആവണമെന്നില്ല. പോസിറ്റീവ് ആവുന്ന ഇൻ്റർവെൽ, കാരണം 0 2 എന്നാണ് പോകുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ പോസിറ്റീവ് ആവുന്ന ഇൻ്റർവെൽ ആൽഫ ബീറ്റ ആണെങ്കിൽ അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന ചോദ്യം. ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അപ്പം ഈ ഫംഗ്ഷൻ എല്ലായ്പ്പോഴും പോസിറ്റീവ് ആവണമെന്നില്ല. അപ്പോൾ ഈ ഫംഗ്ഷൻ പോസിറ്റീവ് ആവുന്ന വാല്യൂ എന്തായാലും എല്ലാ സ്ഥലത്തും പോസിറ്റീവ് ആയിരിക്കില്ല, കാരണം 0 2ൻ്റെ ഉള്ളിലാണ് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ 0 2ൻ്റെ ഉള്ളിലാണെങ്കിൽ എല്ലാ സ്ഥലത്തും പോസിറ്റീവ് ആണെങ്കിൽ 0 2 ആൽഫ ബീറ്റന് 0 2 ആയിരിക്കും. അപ്പോൾ ബീറ്റ മൈനസ് ആൽഫ 2 ആയിരിക്കും അല്ലേ? അപ്പോൾ 2നേക്കാൾ വലിയൊരു ആൻസർ ഉണ്ടാവില്ല ഇതിൽ, മനസ്സിലാവുണ്ടോ? കാരണം ഡൊമെയിൻ തന്നെ 0 2 അല്ലേ. അപ്പോൾ ഒരിക്കലും ബീറ്റ മൈനസ് ആൽഫ 2നേക്കാൾ വലുതാവില്ല. അപ്പോൾ ഒന്നുകിൽ 0 ഇൻഡിജർ ആണെങ്കിലും ന്യൂമറിക്കലിനാണ് പറഞ്ഞത്. അപ്പോൾ 0 ആവാം, 1 ആവാം, 2 ആവാം. അപ്പോൾ 3 ഓപ്ഷൻസേ ഉള്ളൂ അല്ലേ? ന്യൂമറിക്കലാണിത്. 0 to 9 അല്ലേ പറഞ്ഞത്? അതെ നോക്കാം. അപ്പം ചോദ്യം അതാണ് കേട്ടോ. ഈ ഫംഗ്ഷൻ 0 2ൽ പോസിറ്റീവ് ആവുന്ന സ്ഥലം ആൽഫ ബീറ്റ ആണെങ്കിൽ ബീറ്റ മൈനസ് ആൽഫയുടെ വാല്യൂ എന്താണെന്ന് ചോദ്യം. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? റൈറ്റ്. ഇനി എന്താ ചെയ്യുക വെച്ചാൽ ഇവിടെ നോക്കൂ, ഇതൊക്കെ ഒരു ചെറിയ പ്രശ്നമുണ്ട് കണ്ടോ. ഇവിടെയൊക്കെ ചെറിയ പ്രശ്നമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ πx മൈനസ് π/4ന് തീറ്റ കൊടുക്കാം. You put πx minus π/4 as theta. πx minus π/4 as theta. നോക്കൂ, എക്സ് എവിടെ കിടക്കണം? എക്സ് ഇസ് ലൈങ് ബിറ്റ്വീൻ 0 and 2 അല്ലേ? എക്സ് 0ൻ്റെയും 2ൻ്റെ ഇടയിലാണ് കിടക്കണം. അപ്പോൾ πx എവിടെയാണ് കിടക്കുക? πx 0ൻ്റെയും 2πൻ്റെ ഇടയിൽ കിടക്കും അല്ലേ? അപ്പോൾ πx മൈനസ് π/4 എവിടെയാണ് കിടക്കുക? πx മൈനസ് π/4 മൈനസ് π/4ൻ്റെയും 2π മൈനസ് π/4ൻ്റെ ഇടയിൽ കിടക്കും. എത്ര 2π മൈനസ് π/4? 4 2 8 7π/4 എന്ന് വെച്ചാൽ തീറ്റ ലൈ ബിറ്റ്വീൻ മൈനസ് π/4 ആൻഡ് 7π/4. അപ്പോൾ അവിടെ വയ്ക്കാം. തീറ്റ ലൈസ് ബിറ്റ്വീൻ π/4 മൈനസ് π/4 ആൻഡ് 7π/4 അവിടെ വയ്ക്കാം. ഒന്നും ചെയ്യണ്ട. തീറ്റ ലൈ ബിറ്റ്വീൻ π/4 ആൻഡ് മൈനസ് π/4 ആൻഡ് 7π/4. ഓക്കെ. ഇനി അത് പ്രകാരം ഇതൊക്കെ മാറ്റാം. യു ചേഞ്ച് എവറിതിങ്. അപ്പം ഇതിൻ്റെ തീരുമാനമായി. ഇനി 2πxൻ്റെ സ്ഥിതി എന്തായിരിക്കും നോക്കൂ. എക്സ് 0-2 ഇടയിലാണ്. അപ്പോൾ 2πx ഇതിൻ്റെ ഇടയിലായിരിക്കും. 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 4πൻ്റെയും 0ൻ്റെ ഇടയിലായിരിക്കും അല്ലേ? sin 2πx അതാകെ നോട്ടെ അല്ലേ? sin 2πxനെ പറ്റി നോക്കണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം. 3πx നോക്കാം. 3πx എവിടെ ഉണ്ടാവുക? 3πx ഇതാ ഇവിടെ നോക്കാം. 3πx പ്ലസ് π/4. അപ്പോൾ 3πx അതെ 3πx ഒരു കാര്യം ചെയ്യാം. 2πx വിൽ ബി ലൈങ് ബിറ്റ്വീൻ തീറ്റയിലേക്ക് ആക്കണം അല്ലേ? ഓക്കെ. ഒരു കാര്യം ചെയ്യാം. നമുക്കിങ്ങനെ ചെയ്യാം. 3πx അപ്പം πx മൈനസ് π/4 തീറ്റയാണെങ്കിൽ അപ്പോൾ ഹൗ ടു റൈറ്റ് ദാറ്റ് ഇൻ ടേംസ് ഓഫ് തീറ്റ? അപ്പോൾ πx എന്തായിരിക്കും?
തീറ്റ പ്ലസ് പൈ ബൈ 4. അപ്പോൾ 2πx എന്തായിരിക്കും? 2 തീറ്റ പ്ലസ് പൈ ബൈ 2, റൈറ്റ്? ഓക്കെ. അതേപോലെ വാട്ട് വിൽ ബി 3πx പ്ലസ് പൈ ബൈ 4? 3πx പ്ലസ് പൈ ബൈ 4. നോക്കാം, എക്സ് 0-ൻ്റെയും 2-ൻ്റെ ഇടയിലാണെങ്കിൽ 3πx എവിടെയാണ് കിടക്കുക? 3πx 3πൻ്റെയും 0-ൻ്റെ ഇടയിലാവും അല്ലേ? അപ്പോൾ 3πx പ്ലസ് പൈ ബൈ 4, പൈ ബൈ 4-ൻ്റെയും 3πx പ്ലസ് പൈ ബൈ 4 എവിടെയാണ് കിടക്കുക? പ്ലസ് പൈ ബൈ 4. 3πx പ്ലസ് പൈ ബൈ 4 എവിടെയാണ് കിടക്കുക? തീറ്റ അത് തീറ്റയിലേക്ക് ആക്കണ്ട, കുഴപ്പമില്ല, അവിടെ നിൽക്കട്ടെ, നോക്കണ്ട. അപ്പോൾ 3πx പ്ലസ് പൈ ബൈ 4 എവിടെയാണ് കിടക്കുക? വാട്ട് വിൽ ബി 3πx പ്ലസ് പൈ ബൈ 4? 3πx, therefore πx will be, you know, πx is theta plus pi by 4. What will be 3πx? 3πx will be 3 theta plus 3 pi by 4, right? 3πx will be 3 theta plus 3 pi by 4. ഒരു പൈ ബൈ 4 കൂടി ആഡ് ചെയ്താലോ? വാട്ട് ഇസ് 3 pi by πx plus pi by 4? will be 3 theta plus pi. അടിപൊളി, അത് അടിപൊളിയാണ്. 3 theta plus pi. ഇനി ഇത് വെക്കോ, അപ്പോൾ എഫ് ഓഫ് തീറ്റ ഇസ് ഈക്വൽ ടു, എല്ലാറ്റിനും തീറ്റയുടെ ഡബിൾ എഴുതാണ്. ഇറ്റ് ഇസ് 3 മൈനസ് സൈൻ 2πx. 2πx എന്നാൽ 2 തീറ്റ പ്ലസ് പൈ ബൈ 2 ആണ്. അപ്പോൾ 2πxന് പകരം 2 തീറ്റ പ്ലസ് പൈ ബൈ 2. അപ്പോൾ സൈൻ ഓഫ് 2 തീറ്റ പ്ലസ് പൈ ബൈ 2. സൈൻ 2πx will be sin of 2 theta plus pi by 2. What is sin of 2 theta plus pi by 2? 2 theta plus pi by 2. Cos 2 theta. It will be cos 2 theta. It is cos 2 theta into sin theta. This is sin theta minus sin 3πx plus pi by 4 is 3 theta plus pi. 3 theta plus pi. It is minus sin 3 theta. It is plus sin 3 theta, right? Instead of 3πx plus pi by 4, you put 3 theta plus pi. You know sin pi plus theta is minus sin theta. But minus sin 3 theta, already there is minus here. What is sin plus sin 3 theta? Okay, clear right? ഇനി അതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക? If you simplify this, what you get? It is 3 sin theta minus sin theta into cos 2 theta. It is sin theta into cos 2 theta പകരം 1 minus 2 sin square theta എഴുതി കൂടെ, പ്ലസ് sin 3 theta പകരം 3 sin theta minus 4 sin cube theta എഴുതി കൂടെ എഴുതാം. If you simplify it, what you get? ഇവിടെ മൈനസ് sin theta ഉണ്ട്, 3 plus 3 6 minus 1 5 sin theta. പിന്നെ ഇവിടെ പ്ലസ് 4 സൈൻ ക്യൂബ് തീറ്റ ഉണ്ട്, ഇവിടെ പ്ലസ് 4 സൈൻ ക്യൂബ് തീറ്റ ഉണ്ട്, ഇവിടെ മൈനസ് 4 സൈൻ വെട്ടിപ്പോയി. അപ്പോൾ ആൻസർ ഇസ് 5 സൈൻ തീറ്റ അല്ലേ? 5 സൈൻ തീറ്റ. അപ്പോൾ എഫ് ഓഫ് തീറ്റ ഈസ് ഈക്വൽ ടു 5 സൈൻ തീറ്റ എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് ഈ ഫംഗ്ഷൻ. എഫ് ഓഫ് തീറ്റ ഈസ് സൈൻ തീറ്റയാണ്. എഫ് ഓഫ് തീറ്റ ഈസ് സൈൻ തീറ്റ. സൈൻ തീറ്റ കിട്ടി. ആൻഡ് തീറ്റ ലൈ ബിറ്റ്വീൻ മൈനസ് പൈ ബൈ 4 ആൻഡ് 7 പൈ ബൈ 4. തീറ്റ ലൈ ബിറ്റ്വീൻ മൈനസ് പൈ ബൈ 4 ആൻഡ് 7 പൈ ബൈ 4. അപ്പം സൈൻ തീറ്റ എപ്പോഴാണ് പോസിറ്റീവ് ആവുക? സൈൻ തീറ്റ എപ്പോഴാണ് പോസിറ്റീവ് ആവുക? 0-ൻ്റെയും പൈൻ്റെ ഇടയിൽ കിടക്കുമ്പോൾ. പക്ഷെ തീറ്റ എവിടെയാണ് കിടക്കുന്നത്? മൈനസ് പൈ ബൈ 4-ൻ്റെയും 7 പൈ ബൈ 4-ൻ്റെ ഇടയിലാണ്. മൈനസ് പൈ ബൈ 4-ൻ്റെയും 7 പൈ ബൈ 4-ൻ്റെ ഇടയിലാണ്. അപ്പോൾ ദാറ്റ് വാല്യൂ ഓഫ്, അതായത് ഇത് പോസിറ്റീവ് ആവണമെങ്കിൽ ഈ തീറ്റ ഈസ് ലൈങ് ബിറ്റ്വീൻ മൈനസ് പൈ ബൈ 4 ആൻഡ് 7 പൈ ബൈ 4. അപ്പം ഇത് പോസിറ്റീവ് ആവണമെങ്കിൽ അല്ലേ, നോക്കൂ, മൈനസ് സൈൻ തീറ്റ 3 സൈൻ തീറ്റ 3 സൈൻ തീറ്റ 6 മൈനസ് 1 5 സൈൻ തീറ്റ. ഇവിടെ 2, ഇവിടെ 2 ഉണ്ടാവുള്ളൂ, സോറി. ഇവിടെ പ്ലസ് 2 സൈൻ ക്യൂബ് തീറ്റയാണ്. അപ്പം മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റയാണ് അല്ലേ, സൈൻ ക്യൂബ് തീറ്റ. ഓക്കെ, ഇങ്ങനെയാണ് 5 സൈൻ തീറ്റ മൈനസ് 2 സൈൻ ക്യൂബ് തീറ്റ വരും. അപ്പോൾ ഇറ്റ് ക്യാൻ ബി സിംപ്ലിഫൈഡ് ആസ് സൈൻ തീറ്റ ഇൻറ്റു 5 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ. ഇതാണ് എഫ് ഓഫ് തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ഇൻറ്റു 5 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ.
ഈ സൈൻ സ്ക്വയർ തീറ്റ ഇതെന്തായാലും പോസിറ്റീവാണ്. 5 - 2 കാരണം 2 സൈൻ സ്ക്വയർ തീറ്റയുടെ മാക്സിമം വാല്യൂ 2 ആണ്. അപ്പോൾ ഇതെന്തായാലും പോസിറ്റീവാണ്. ഇതെന്തായാലും പോസിറ്റീവാണ്. അപ്പോൾ ഇത് പോസിറ്റീവാണ് എന്ന് വെച്ചാൽ സൈൻ തീറ്റ പോസിറ്റീവാണ്. സൈൻ തീറ്റ എപ്പോഴാണ് പോസിറ്റീവ് ആവുക? സൈൻ തീറ്റ ഈസ് പോസിറ്റീവ് വെനെവർ തീറ്റ ലൈ ബിറ്റ്വീൻ 0 and π. തീറ്റ ഷുഡ് ലൈ ബിറ്റ്വീൻ 0 and π. 0-ൻ്റെയും പൈൻ്റെ ഇടയിൽ കിടക്കാം. അപ്പം 0-ൻ്റെയും പൈൻ്റെ ഇടയിൽ കിടക്കാം എന്ന് വെച്ചാൽ 0-ൻ്റെയും തീറ്റ ഷുഡ് ലൈ ബിറ്റ്വീൻ 0 and π. അപ്പോൾ തീറ്റ ആക്ച്വലി കിടക്കുന്നത് എന്താ? -π/4-ൻ്റെയും 7π/4-ൻ്റെയും ഇടയിലാണ്. -π/4-ൻ്റെയും 7π/4-ൻ്റെയും ഇടയിലാണ് തീറ്റ കിടക്കുന്നത്. അപ്പം സൈൻ തീറ്റ പോസിറ്റീവ് ആവണമെങ്കിൽ തീറ്റ എവിടെ കിടക്കണം? തീറ്റ ഷുഡ് ലൈ ബിറ്റ്വീൻ 0 and π/4 കഴിഞ്ഞാൽ ബാക്കി മൊത്തം 4 to 8 അല്ലേ? ബാക്കി മൊത്തം താഴെയല്ലേ? അപ്പം തീറ്റ ലൈ ബിറ്റ്വീൻ 0 and π. 0-ൻ്റെയും പൈൻ്റെ ഇടയിൽ കിടക്കണം. തീറ്റ ഷുഡ് ലൈ ബിറ്റ്വീൻ 0 and π. അപ്പോൾ തീറ്റ 0-ൻ്റെയും പൈൻ്റെ ഇടയിൽ കിടക്കണമെങ്കിൽ ഈ തീറ്റ 0-ൻ്റെയും പൈൻ്റെ ഇടയിൽ കിടക്കണം. എന്ന് വെച്ചാൽ πx - π/4 0-ൻ്റെയും പൈൻ്റെ ഇടയിൽ കിടക്കണം. Therefore πx - π/4 അല്ലേ? തീറ്റ അങ്ങനെയല്ലേ എടുക്കുന്നത്. അപ്പോൾ πx - π/4 ഷുഡ് ലൈ ബിറ്റ്വീൻ 0 and π. πx - π/4 ഷുഡ് ലൈ ബിറ്റ്വീൻ 0 and π. നല്ല ഐഡിയ. സൈൻ തീറ്റ 0 ആവണമെങ്കിൽ നോക്കൂ, ആക്ച്വലി തീറ്റ എവിടെയാണ് കിടക്കുന്നത്? അപ്പോൾ സൈൻ തീറ്റ പോസിറ്റീവ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും തീറ്റ എവിടെ കിടക്കണം? 0-ൻ്റെയും പൈൻ്റെ ഇടയിൽ കിടക്കണം അല്ലേ? അപ്പം എന്ന് വെച്ചാൽ πx - π/4 0-ൻ്റെയും പൈൻ്റെ ഇടയിൽ കിടക്കണം. എന്ന് വെച്ചാൽ πx എന്ന് വെച്ചാൽ എക്സ് എവിടെ കിടക്കണം നോക്കാം. πx ഷുഡ് ലൈ ബിറ്റ്വീൻ പൈ കൊണ്ട് ഡിവൈഡ് ചെയ്യാം 0-ൻ്റെയും 3π/4-ൻ്റെ ഇടയിൽ കിടക്കണം. അല്ല 5π/4-ൻ്റെ ഇടയിൽ കിടക്കണം അല്ലേ? 0-ൻ്റെയും 5π/4-ൻ്റെ ഇടയിൽ കിടക്കണം. 0-ൻ്റെയും πx ഷുഡ് ലൈ ബിറ്റ്വീൻ 0-ൻ്റെയും 5π/4-ൻ്റെ ഇടയിൽ. ഓക്കെ, അപ്പം സൈൻ തീറ്റ പോസിറ്റീവ് ആവണം. അപ്പോൾ 0 ലെസ് ദാൻ πx - π/4 ലെസ് ദാൻ π π/4 കൊണ്ട് ആഡ് ചെയ്താൽ π/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു πx ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5π/4 അല്ലേ? പൈ കൊണ്ട് ഒന്നായിട്ട് ഡിവൈഡ് ചെയ്താൽ ഇഫ് യു ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ പൈ വാട്ട് യു ഗെറ്റ്? എക്സ് ലൈ ബിറ്റ്വീൻ എക്സ് എവിടെ കിടക്കും? 1/4 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 5/4. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ആക്ച്വലി എക്സ് 0-ൻ്റെയും 2-ൻ്റെയും ഇടയിൽ കിടക്കുന്നത്. അപ്പോൾ എക്സ് 1/4-ൻ്റെയും 5/4-ൻ്റെയും ഇടയിൽ കിടക്കുമ്പോൾ മാത്രമാണ് ഈ ഫംഗ്ഷൻ ഉണ്ടാവുക പോസിറ്റീവ് ആവുക. അപ്പോൾ ഈ സാധനം പോസിറ്റീവ് ആവുന്ന വാല്യൂ 1/4-ൻ്റെയും 5/4-ൻ്റെയും ഇടയിൽ കിടക്കുന്നു. എന്ന് വെച്ചാൽ ആൽഫ 1/4-ഉം ബീറ്റ 5/4-ഉം ആവണം. അപ്പോൾ വാട്ട് ഈസ് ബീറ്റ മൈനസ് ആൽഫ? 5/4 - 1/4. വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് ഈസ് 5/4 - 1/4 is equal to 4/4 is equal to 1. 1 ആണ് ആൻസർ. 1 is answer.